ഇന്ന് കാച്ചിയെണ്ണ തയ്യാറാക്കാൻ പോവാം കേട്ടോ നമ്മൾ. അതിനായിട്ട് ആദ്യം തന്നെ കൈയൊന്ന് പിച്ചാണ്. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കൈയൊന്ന് പിച്ച് നന്നായി കഴുകിയെടുത്തു. പിന്നീട് അലോവേരയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയുമാണ് പിച്ചുന്നത്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് വേപ്പില വെച്ചിട്ടുണ്ട്. താരനും പേൻശല്യത്തിനൊക്കെ വേപ്പില നല്ലതാണ്. അതുപോലെ തന്നെയാണ് തുളസിയും. അതും കുറച്ച് പിച്ചി. പിന്നെ കുറച്ച് തെച്ചിപ്പൂ തിന്നു, അതിനെയും വിട്ടില്ല, അതും പിച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ തെച്ചിപ്പൂ മാത്രമല്ല കേട്ടോ, ചെമ്പരത്തിപ്പൂവും മൈലാഞ്ചിയും കറിവേപ്പിലയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഇനി അരച്ചെടുക്കണം കേട്ടോ. ഇതാണ് ചെമ്പരത്തിയും മൈലാഞ്ചി ഇലയും. ഇതിനെല്ലാം ഇനി നുള്ളി എടുത്ത് മിക്സിയിലിട്ട് അടിക്കാൻ പോവാം. എല്ലാം കട്ട് ചെയ്ത് മിക്സിയിലോട്ട് ഇടുകയാണ്. കുറച്ച് കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി കുറച്ച് റോസ്മേരി വാങ്ങിയതിരിപ്പുണ്ടാണ്, അതും കൂടി ആഡ് ചെയ്യാം. അത് നമ്മുടെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചേക്കാം നമുക്ക്. എല്ലാം അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലെടുത്തിട്ടുണ്ട്. ഇനി അതിനെല്ലാം ഒരു തുണിയിലിട്ട് അരിച്ചതിൻ്റെ ചാറ് മാത്രമായിട്ട് എടുക്കാം. നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മുഴുവൻ എടുക്കണം കേട്ടോ. നന്നായിട്ട് കേട്ടോ കേട്ടോ. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പിന്നെ കുറച്ച് അലോവേരയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കാം. അടുപ്പത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അതൊന്ന് വറ്റി വന്ന് അതിനകത്തേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ എടുത്തേക്കുന്ന 1 ലിറ്റർ പാരച്യൂട്ടിൻ്റെ എണ്ണ, അത് നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിലെ വെള്ളമൊക്കെ നന്നായി പറ്റി എണ്ണ നല്ല പരുവത്തിനെത്തിയിട്ടുണ്ട്. അപ്പം ഇതിനി നമുക്ക്